ഞാൻ എന്നുള്ളതൊരു വേൾപൂളിൻ്റെ ഇൻസ്റ്റാളേഷൻ സൈറ്റിലാണ്. ഇതൊരു വേൾപൂളാണ്, അതായത് ജക്യൂസി എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ജക്യൂസി എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഇത് നമ്മൾ മുമ്പ് കാലങ്ങളിൽ ബാത്ത് ടബ്ബായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ബാത്ത് ടബിന് ഒരു പ്രത്യേക ഗുണങ്ങളൊന്നുമില്ല, അതായത് വെള്ളം ഫില്ല് ചെയ്ത് കുറച്ച് നേരം റിലാക്സ് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിൽ അതിന് കഴിച്ചിട്ടൊരു പുതിയ അപ്ഡേഷൻ വന്നതാണ് ഒരു മസാജ് ബാത്ത് ടബ്. ഇത് മസാജ് ബാത്ത് ടബ്ബാണ്. ഇതിനകത്തേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 4 ബാക്ക് ജെക്സുകൾ ഇവിടെ ഉണ്ട്. ഈ 4 ബാക്ക് ജെക്സ് നമ്മൾ ഇതിലേക്കാണ് ചാരി കിടക്കുക. നമ്മുടെ ബാക്ക് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 4 ബാക്ക് ജെറ്റ്സുകൾ വരിക. 6 സൈഡിൽ നിന്ന് 6 വാട്ടർ ജെറ്റ്സ് വരുന്നുണ്ട്. ഇത് 6 വാട്ടർ ജെറ്റ്സ് ആണ്. താഴെ കാണുന്നത് എയർ ജെറ്റ്സുമാണ്. അപ്പോൾ ഇതൊരു കോമ്പിനേഷൻ സിസ്റ്റമാണ്, എയറിൻ്റെയും വാട്ടറിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ സിസ്റ്റമാണ് ഈ ഒരു മസാജ് ബാത്ത് ടബ്. ഇത് നമ്മൾ വിചാരിക്കുമെങ്കിൽ ഒരുപാട് സ്ഥലം വേണം, അല്ലെങ്കിൽ വലിയൊരു സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ വെറും 12-13 സ്ക്വയർ ഫീറ്റ് മാത്രമേ ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത് 170 സെൻറ്റിമീറ്റർ നീളം വരുന്നൊരു വേൾപൂളാണ്. 170 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ നീളം. ഇത് 150 സെൻറ്റിമീറ്റർ മുതൽ മുകളിലേക്കുള്ള മോഡൽസ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇന്ന് ആർക്കിടെക്ട്സ് എല്ലാം ആദ്യം തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട് പണിയുമ്പോൾ തന്നെ നമ്മുടെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആർക്കിടെക്റ്റിനെ അറിയിക്കുക. അവരാണെന്നുണ്ടെങ്കിൽ ഇതിന് ഒരു സ്പേസ്, ഒരു കോർണറിൽ സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഒരു വേൾപൂൾ ഇൻസ്റ്റാൾ ചെയ്യാം. അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ആദ്യം തന്നെ ഇവിടെ ഒരു ലൈൻ വരണം. ഇവിടെ നിന്നാണ് നമ്മൾ ഇത് വാട്ടർ ഫില്ല് ചെയ്യുക. ഇത് ഒരു ഡൈവേർട്ടറാണ്, ഇതൊരു സ്പൗട്ടാണ്. ഈ ഒരു മോഡലിന് നമുക്ക് ഇങ്ങനെ ഒരു സ്പൗട്ടും കൂടെ വെച്ച് കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പക്ഷേ എങ്കിൽ ചില മോഡലുകൾക്ക് ഇതാണ് ഓവർഫ്ലോ വരിക. ഈ ഓവർഫ്ലോയ്ക്ക് തന്നെ ഫില്ല് ചെയ്യും. ഓവർഫ്ലോ വിത്ത് ഫില്ലറാണ് വരിക. അപ്പോൾ നമുക്കിവിടെ സ്പൗട്ട് വെച്ച് കൊടുക്കേണ്ട, അവിടുന്ന് തന്നെ ആയിരിക്കും ഫില്ലാവുന്നത്. അപ്പോൾ നമുക്ക് ആകെ ഡൈവേർട്ടറും പിന്നെ ഒരു ഹാൻഡ് ഷവറും വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്യുക, ആർക്കിടെക്ട്സിനെ ആദ്യം തന്നെ അറിയിക്കുക. നമ്മുടെ വീടുകളും ഭംഗിയാവട്ടെ.